ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മഴ? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴ? അടിപൊളി മഴയല്ലേ? ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകുന്നുണ്ടല്ലേ? മരങ്ങൾ വീഴുന്നു, വണ്ടിയുടെ പുറത്തേക്ക് മരങ്ങൾ വീഴുന്നു, വീടുകൾ നശിക്കുന്നു, ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം ഡാമൊക്കെ റെഡ് അലർട്ട് കാണിക്കുന്നുണ്ട്. ചില ഡാമുകളൊക്കെ തുറന്നു വിടുന്നുണ്ട്. നമ്മളെല്ലാവരെയും ഈ പേമാരിയിൽ നിന്ന് ദൈവം കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ ഞങ്ങൾ ഇടപ്പള്ളിയിൽ ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാവരും അതേ സേഫ്റ്റിയിലല്ല ജീവിക്കുന്നതെന്നും അറിയാം. വിഷമമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം ഈ മഴക്കാല കെടുതിയിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് വന്നതേ നമ്മുടെ അമ്മമാരെ പറ്റി കുറച്ച് സംസാരിക്കാനാണ്. അമ്മമാരെ നമ്മളെ വളർത്തുമ്പോൾ നമ്മുടെ അമ്മമാർ നമ്മളെ വളർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ് അല്ലേ? 9 മാസം 10 മാസം വയറ്റിലിട്ട് അവർ അത്ര എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിച്ച് ഈ 9 മാസം 9 ദിവസം 9 മണിക്കൂർ 9 മിനിറ്റ് എന്നൊക്കെ എടുക്കാനുണ്ട്. അതാണ് 10 മാസം എന്ന് പറയുന്നത്. ഈ 10 മാസം വയറിലിട്ട് ഓരോ അമ്മമാർക്കും ഓരോ എക്സ്പീരിയൻസാണ്. ചില അമ്മമാർക്ക് ഒരു പ്രശ്നങ്ങളില്ല, ചില അമ്മമാർ അങ്ങനെയൊന്നുമല്ല. ഛർദ്ദിച്ച് അപശ്രദ്ധയായിട്ട് ഇങ്ങനെ മാസങ്ങളോളം ജീവിക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ, നടുവേദന, അങ്ങനെ പല 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 പെയിനുമായിട്ട് ഈ അവസ്ഥയിലും അവർ ഒരു കുഞ്ഞു വയറ്റിലുണ്ടല്ലോ എന്ന് ഓർത്ത് അവർ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കും. അതിനുശേഷം അവർ അതിനെ നൊന്ത് പ്രസവിച്ചു അല്ലെങ്കിൽ സിസേറിയൻ ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഓരോ രാത്രികളിലും അവർ എത്രമാത്രം വിഷമിച്ച് വേദന സഹിച്ചും ഉറക്കമൊഴിച്ചും അത്രയൊന്നും അവരുടെ അപ്പന്മാരറിയില്ല, അച്ഛന്മാരറിയുന്നില്ല. അവരുടെ ഒരുപാട് വേദനകൾ സഹിച്ചും അവരെ പാലൂട്ടി വളർത്തി 1 മാസം 2 മാസം 3 മാസം 6 മാസം 1 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങൾ, എന്തെല്ലാം അസുഖങ്ങൾ ഓരോ കുട്ടികൾക്ക് വരുന്നു. ചുമ, പനി, പിന്നെ വേറെ വേറെ അസുഖങ്ങളുള്ള മക്കളും ഉണ്ട്. വലിയ വലിയ അസുഖങ്ങളുള്ളതാണ്. ഇതെല്ലാം തരണം ചെയ്ത് അവരെ വളർത്തി അവരെ 3 വയസ്സ് 4 വയസ്സാകുമ്പോൾ ഡേ കെയറിലാക്കുന്നു. അതിന് മുമ്പ് അവരെ അംഗനവാടിയിൽ വിടുന്നു. അതിനുശേഷം ഡേ കെയറിലാക്കുന്നു. ഡേ കെയറിലല്ലോ ഇത് LKGയിലാക്കുന്നു, UKGയിലാക്കുന്നു. പിന്നെ LKGയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി അങ്ങോട്ട് പിന്നെ അമ്മയും മക്കളും കൂടി ഒരു ഫൈറ്റായിരിക്കും. ഇപ്പം മത്സരമാണല്ലോ, കോമ്പറ്റീഷൻ. പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം എല്ലാ മക്കളും ഒരേ ബുദ്ധിയോടെ വളരുന്നവരല്ല. അവർക്ക് ചില കുട്ടികൾക്ക് കുറച്ച് കുറവുള്ള മക്കളും ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ അവരുടെ മറ്റുള്ള മക്കളുടെ ഒപ്പം വളർത്തിക്കൊണ്ടുപോകാനോ ഒപ്പം ആകാനുള്ള ആ അമ്മയുടെ ഒരു എഫർട്ട് എടുത്ത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് 10 വരെ SLC വരെ പഠിച്ചതിന് ശേഷം പിന്നെ പ്ലസ് ടു പഠിപ്പിക്കുന്നു. അതെല്ലാം കഴിഞ്ഞു പിന്നെ കോളേജ് തലത്തിലേക്ക്, അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കോളേജ് ജീവിതം കഴിയുമ്പോൾ അവരെ ജോലി സ്ഥലത്തേക്ക് വിടുന്നു. അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി പിന്നെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ എഫർട്ട്, എന്ത് ജോലിയാണ് അവർക്ക് ആവശ്യമെന്ന് വെച്ചാൽ അവിടെ അവരെ പിന്നെ അതിലേക്ക് വിടുന്നതിൻ്റെ പൈസയുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ലോൺ എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അവരെ കല്യാണവും കഴിപ്പിച്ച് അതൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടും അവർക്കൊരു സേഫായിട്ടുള്ള ഒരു ഇതും വേണമല്ലോ, അവർക്കൊരു ലൈഫ് വേണമല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അതിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ ദാമ്പത്യം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നു. പിന്നെ അവർക്ക് മക്കളുണ്ടാവുന്നു. ആ മക്കളെയും നോക്കി പരിപാലിച്ച് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത കുറേ പാരൻസിനുണ്ട്. അതായത് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും കുറേ പേർക്കുണ്ട്, കുറേ പേർക്ക് ഇല്ല. മറ്റുള്ളവർ സേഫായിട്ട് അവരവരുടെ പാട് നോക്കി പോകും. അല്ലാത്തവരിങ്ങനെ മക്കളെ നോക്കി അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും
അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവർക്ക് വേണ്ടി ജീവിച്ചു വരുന്ന അമ്മമാരുണ്ട്. എന്നിട്ട് അവസാനം അവരുടെ ഒരു ലൈഫിൽ ഒരു ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നം വന്നു, വയസ്സായി, ചുക്കിച്ചുളുങ്ങി വയസ്സായി പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ ഇവരുടെ ഈ കുറേ മക്കളുണ്ട് നല്ലവർ. ഞാൻ കണ്ടുവന്നിട്ടുള്ളതിൽ മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും അവരുടെ പാരൻസിന്, അവരുടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, അവരെ എത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെങ്കിലും കഴിവ് ചിലപ്പോൾ കൂലിപ്പണിക്കാരായിരിക്കും, ഡെയിലി പണിക്ക് പോയിട്ട് കൊണ്ടുവന്നവരാണെങ്കിലും അവരെ ആ അമ്മമാരെയും അച്ഛന്മാരെയും ചേർത്ത് പിടിച്ചാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കുറേയധികം പേരങ്ങനെ മുസ്ലിംസ് ഒരിക്കലും അവർ വൃദ്ധസദനത്തിൽ കൊണ്ടിട്ട് അമ്മേനെയും അച്ഛനെയും കൊണ്ട് കൊടുക്കാറില്ല, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ട് നട തള്ളാറില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. നമ്മളുടെയൊക്കെ ഇത്രയും ജീവിതത്തിൻ്റെ ഇടയിൽ, പ്രായത്തിൻ്റെ ഇടയിൽ നമ്മൾ കേൾക്കാത്തൊരു കാര്യം അതാണ്. മുസ്ലിം സഹോദരങ്ങൾ അവർ വളരെയധികം പാരൻസിന് വില കൽപ്പിക്കുന്നവരാണ്. മകൻ്റെ ജീവിതം അമ്മയുടെ കാൽപാദത്തിൽ ആണെന്നാണ് പറയണത്. കാൽപാദത്തിൽ അത്രയും ഇതും അവർ അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരൊന്നും ഇത് ചെയ്യണമെന്ന് പറയണില്ല, പക്ഷേ ചെയ്യുന്നവരുമുണ്ട്. അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടിരുന്നുണ്ട് ഓരോ പ്രായമായവരും മനസ്സ് വിഷമിച്ചിട്ട് പോയിസൺ കഴിച്ച് വെള്ളത്തിൽ ചാടി മരിക്കുന്ന നിവൃത്തിയില്ലാഞ്ഞിട്ട് ചെയ്യുന്ന ഈ അടുത്ത ദിവസം കാട്ടിൽ പോയി ഒരമ്മ കാട്ടിൽ നടന്നു പോയി ദിവസങ്ങളോ എന്തോ കഴിഞ്ഞ് 5 ദിവസം എത്രയോ കഴിഞ്ഞപ്പോഴാണ് ഈ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഈ അമ്മയെ കിട്ടുന്നത്. എന്തിനു അവർ പോയി കാട്ടിൽ, എന്തുകൊണ്ട് പോയി? അപ്പം ഈ മക്കളുടെ സംരക്ഷണം അത്രയല്ലേ ഉള്ളൂ. ചിലപ്പോൾ അൾസിമേഴ്സി ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് ഓർമ്മക്കുറവുണ്ടാവും, വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. വയസ്സാകാത്തവർക്കും ഉണ്ട് ഓർമ്മക്കുറവ്. അപ്പോൾ അവരെ ചെയ്തത് ചിലപ്പോൾ അവരുടെ ഓർമ്മക്കുറവ് ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും അവരെ അന്വേഷിക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ലേ അവരത് പോയത്. നമുക്കപ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സിനെയൊക്കെ വെക്കാം. ഇനി ഇല്ല എങ്കിൽ അതുപോലെ ഉള്ള സാഹചര്യത്തിൽ അവരെ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുവരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മാതാപിതാക്കളെ ഇങ്ങനെ അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ട് കളയുമോ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലാക്കുമോ അല്ലെങ്കിൽ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും സന്യാസ ഇതിൽ ചേരുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കാശി രാമേശ്വരമൊക്കെ പോയിട്ട് ജീവിച്ച് മരിക്കുന്നവരുമുണ്ട്. ഒരിക്കലും അവർക്കൊന്നും ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാക്കാതെ മക്കൾ അവരെ ചേർത്ത് പിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ചിലപ്പം മാനസികമായിട്ടും ഒരുപാട് ശാരീരികമായിട്ടും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കും. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും വേണ്ട അത്യാവശ്യം മരുന്നോ അവർക്ക് വേണ്ട പരിലാളനകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാലും കൊടുത്ത് ഒരു നേരത്തെ കഞ്ഞി കൊടുത്ത് അവരെ എല്ലാ അമ്മമാരും നല്ലവരാണെന്നും ഞാൻ പറയുന്നില്ല. ബഹളക്കാരും വാർദ്ധക്യം അവരുടെ സ്വഭാവത്തിനെ മാറ്റും. അവരുടെ എല്ലാ കുട്ടികളായിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ 6 മാസം 1 വയസ്സ് 2 വയസ്സൊക്കെ എങ്ങനെയാണ്, അവർക്ക് ഒരു അറിവും ബോധവും ബുദ്ധിയും വളർന്നിട്ടില്ല. അന്ന് പറഞ്ഞ പോലെ പ്രായമാകുമ്പോൾ അവർക്കും ആ ഒരു സ്റ്റേജിലേക്ക് അവർ തിരിച്ചു വരും, കുട്ടികളെ പോലെ. അപ്പം അവരെ നമ്മൾ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടതെന്നാണ്. എപ്പോഴും പറ്റില്ല, ജോലി ബാധ്യതകൾ, കുടുംബ ബാധ്യതകൾ, കുട്ടികളുടെ സംരക്ഷണം എല്ലാം കൊണ്ടും ചിലപ്പോൾ പറ്റാത്ത മക്കളും ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അവരെയും കൂടി ഒന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ അവർക്ക് എത്ര സന്തോഷമാവും. അവർ സന്തോഷത്തോടെ മരിക്കില്ലേ? അപ്പം നമുക്കൊരു ആത്മസംതൃപ്തി ഇല്ലേ? നമുക്ക് ഒരു ഭയങ്കരമായ തൃപ്തിയായിരിക്കും അത്. ഒരു മനസ്സുകൊണ്ടാവും നമ്മുടെ അമ്മേനെ ഇത്ര നാളും നമ്മൾ സംരക്ഷിച്ചിട്ടല്ലേ അവർ പോയത്, നമ്മുടെ കൈകളിലല്ലേ നമ്മൾ അവരെ സംരക്ഷിച്ചത് എന്നുള്ള ഒരു സന്തോഷവും നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത്, എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും വയസ്സായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ. ഓക്കെ.